നമുക്കൊരു രോഗം വരുമ്പോൾ നാം ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടർ നമ്മെ പരിശോധിച്ച ശേഷം രോഗത്തിന് ശമനമുണ്ടാകുവാനായി മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ അഥവാ മരുന്നിൻ്റെ കുറിപ്പടി തരുന്നു. ആ പ്രിസ്ക്രിപ്ഷനുമായി ഫാർമസിയിൽ പോകാതെ നേരെ വീട്ടിൽ കൊണ്ടത് വെച്ചാൽ നമ്മുടെ രോഗം അങ്ങനെ തന്നെ ഇരിക്കും. ഒരു പ്രിസ്ക്രിപ്ഷൻ വീട്ടിൽ ഇരിക്കുന്നത് പോലെയാണ് പലരുടെയും വീടുകളിലെ ബൈബിൾ. ഒട്ടുമുക്കാൽ ക്രൈസ്തവരുടെ ഭവനങ്ങളിലും ബൈബിളുണ്ട്. വീടുകളിൽ ബൈബിൾ ഇല്ലാത്ത ക്രൈസ്തവരും ഉണ്ടെന്നുള്ളതും വളരെ വിചിത്രമാണ്. വീടുകളിൽ ബൈബിൾ ഉള്ളവരാകട്ടെ അത് വായിക്കുന്നില്ല താനും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിക്കുകയുണ്ടായി. അമേരിക്കയിലെ ഒരു ഗ്രോസറി സ്റ്റോറിൽ ഒരാൾ ചിലരെ സമീപിച്ചിട്ട് ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യം പറയാമോ എന്ന് ചോദിക്കുകയുണ്ടായി. അവരിൽ ആരും തന്നെ അത് പറഞ്ഞില്ല എന്നത് വളരെ അതിശയമായിരിക്കുന്നു. പേര് ക്രിസ്ത്യാനി. ഒന്നുകിൽ അവരുടെ വീട്ടിൽ ബൈബിൾ ഇല്ലാതിരിക്കുകയോ അല്ല എങ്കിൽ വീട്ടിൽ അതുണ്ടായിട്ടും വായിക്കാതിരിക്കുകയോ ചെയ്യുന്നവർ. ഇവർക്കെല്ലാവർക്കും ആത്മസൗഖ്യം വേണ്ടിയവരാണ്. സൗഖ്യത്തിനാവശ്യമായ പ്രിസ്ക്രിപ്ഷൻ അഥവാ കുറിപ്പടി കയ്യിലുണ്ട്, പക്ഷേ പ്രയോജനപ്പെടുത്തുന്നില്ല. ദൈവം യോശുവയോട് പറഞ്ഞു, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. നമ്മുടെ കയ്യിൽ പ്രിസ്ക്രിപ്ഷനായിരിക്കുന്ന തിരുവചനം നാം വായിക്കണം. അത് നമ്മുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് ധ്യാനിക്കണം, അത് പ്രമാണിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാവിന് സൗഖ്യം വരുത്തുവാൻ ഈ തിരുവചനത്തിന് കഴിയും. നാം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകണം. ആയതുപോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കും കടന്നു ചെല്ലണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം കൃതാർത്ഥരായിരിക്കേണ്ടതിന് അവിടുന്ന് നമുക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നു. ബൈബിൾ ഒരു മരുന്ന് പോലെയാണ്. അത് രോഗബാധിത ഇടങ്ങളിലേക്ക് ഇത് പ്രയോഗിക്കുമ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.